الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوة والأخوات أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أيها الإخوة والأخوات أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم أفمن شرح الله صدره للإسلام فهو على نور من ربه فويل للقاسية قلوبهم من ذكر الله أولئك في ضلال مبين. ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവ്വലോക രക്ഷിതാവായ കാരുണ്യത്തിന്റെ അർഹമർ റാഹിമീൻ എന്ന് വിശേഷിപ്പിക്കുന്ന റബ്ബുൽ ആലമീൻ അല്ലാഹുവിന്റെ നല്ലവരായ വിനയാന്യതരായ ഭക്തന്മാരായ അടിമകളായി ജീവിക്കാൻ, അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ ഉടനീളം പാലിക്കുവാൻ നാം ഓരോരുത്തരും ആത്മാർത്ഥമായി പരിശ്രമിക്കണേ എന്ന് ആമുഖമായി എന്നെയും തുടർന്ന് നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു നമ്മെ എല്ലാം അവന്റെ സ്വർഗാവകാശികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ ദുനിയാവിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യർ എന്ന നിലക്ക് നമുക്ക് ഏറ്റവും മാതൃകയുള്ള ആ പ്രവാചക പൂങ്കവന്മാരുടെ ചരിത്രത്തെ പഠിക്കുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, അവർ ജീവിതത്തിലെ വ്യത്യസ്തങ്ങളായ പരീക്ഷണങ്ങളിൽ, പ്രതിസന്ധികളിൽ അതിനെ അതിജീവിക്കാൻ പടച്ച റബ്ബ് അവർക്ക് കൊടുത്ത ഒരു വലിയ മനസ്സ് നമുക്ക് വായിക്കാൻ കഴിയും. ഫിർഔനിന്റെ അടുത്തേക്ക് പോകണം, കൂടെ പോകുമ്പോൾ സംസാരിക്കാനുള്ള മികവില്ല, നാവിന് ചെറിയ കുടിസതകളുണ്ട്. ഒരു വേള ഫിർഔൻ തന്നെ പിടിച്ചു കൊല്ലാൻ സാധ്യതയുണ്ട്. ഒരുപാട് മുൻപിൽ നിൽക്കുന്ന വെല്ലുവിളികളുടെ മുമ്പിൽ ഈ ഉത്തരവാദിത്വം ഏറ്റു പുറത്തിറങ്ങി പോകുമ്പോൾ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിക്കുകയാണ്, റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി. പടച്ചവനെ, എന്റെ ഹൃദയത്തിന് വിശാലത നൽകണേ. സംഭവിക്കുന്ന എന്തിവിടെ നടന്നാലും എനിക്കത് ഉൾക്കൊള്ളാനുള്ളൊരു വിശാലത, എന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് എളുപ്പാക്കി തരണേ പടച്ചവനെ. നമ്മൾ നമ്മുടെ വീട് പണിക്കിറങ്ങിയപ്പോ, നമ്മൾ നമ്മുടെ ദഅവത്തിനിറങ്ങിയപ്പോ, നമ്മൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഒരുപാട് പർവ്വത സമാനമായ ഭാരങ്ങൾ തലക്ക് കയറി പിടിച്ചപ്പോ, പടച്ചവനെ എനിക്കതൊന്ന് എളുപ്പാക്കി തരണേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു മനസ്സുണ്ടായിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പ്രവാചകന്റെ 23 കൊല്ലത്തെ ജീവിതത്തിലെ സഹിക്കാനാവാത്ത വെല്ലുവിളികൾ നിറഞ്ഞ ഒരു തുടക്ക കാലഘട്ടം നോക്കി നിങ്ങൾ. ശാരീരികമായി, മാനസികമായി, കുടുംബപരമായി, സാമ്പത്തികമായി തളർത്താൻ പറ്റുന്നതെല്ലാം ചെയ്ത ആ കാലത്ത്
അതിനിടയിൽ പിടിച്ചു നിൽക്കാൻ അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അലം നശ്റഹ് ലക സദ്റക്, നബിയെ നിങ്ങളുടെ ഹൃദയത്തിന് നാം വിശാലത നൽകിയില്ലേ? ആ ഒരു എല്ലാത്തിനെയും അതിജയിക്കാൻ പറ്റുന്ന ഒരു ഹൃദയ വിശാലത കൊടുക്കുക എന്നുള്ളത്, കിട്ടുക എന്നുള്ളത് ഭാഗ്യമാണ്. ഇത് പ്രവാചകന്മാർക്ക് മാത്രം കൊടുത്ത ഒരു സവിശേഷതയല്ല. ഈ പള്ളിയിൽ ഇരിക്കുന്ന പറയുന്ന ഞാനും നിങ്ങളും അടങ്ങുന്ന നമുക്കൊക്കെ ഹൃദയ വിശാലതയുണ്ടെങ്കിൽ എന്ത് സമാധാനമായിരിക്കും നമ്മുടെ മനസ്സുകൾക്ക്. മാനസിക സംഘർഷങ്ങളും മാനസികമായ ടെൻഷനുകളും സ്ട്രെസ്സുകളും പിരിമുറുക്കം കാരണം ഉറങ്ങാൻ കഴിയാത്ത നാളുകൾ തള്ളി നീക്കുന്ന എത്ര മനുഷ്യരുണ്ട്. അവിടെയാണ് ഇസ്ലാം പറയുന്നത്, നിന്റെ ഹൃദയ വിശാലത നിന്റെ കയ്യിലുണ്ട്, തുറക്കണം അതിന് ചില വാതിലുകൾ. 6 പ്രധാനപ്പെട്ട കവാടങ്ങൾ നിനക്ക് തുറക്കാൻ കഴിയുമോ? നിന്റെ മനസ്സ് ശാന്തമായ ഹൃദയ വിശാലമായ ക്വാളിറ്റി ഉള്ളൊരു മനുഷ്യനായി നിനക്ക് മാറാൻ സാധിക്കും. ഒന്നാമത് എണ്ണിപ്പറഞ്ഞത് നിർഭയത്വത്തിന്റെ തൗഹീദിന്റെ ഉടമയായി നീ മാറുക. സൃഷ്ടികളെ പേടിച്ച് ജീവിതം കഴിച്ചുകൂട്ടാതിരിക്കുക. അല്ലാഹുവിൽ തവക്കുൽ ചെയ്ത് ഏകനായ റബ്ബിനെ മാത്രം ആരാധിച്ച് ജീവിക്കുക. അതിനോളം ഹൃദയ വിശാലത എവിടെ കിട്ടുക? സൃഷ്ടികളെ പേടിച്ച് കാലം തള്ളുന്ന അവസ്ഥക്ക് പകരം ഏകനായ ഒരേ ഒരു സൃഷ്ടാവിനെ മാത്രം പേടിച്ച് ജീവിക്കാൻ കഴിയുക. ആ തൗഹീദിന്റെ കവാടം തുറക്കുന്ന മനുഷ്യന് അല്ലാഹു തആല ഹൃദയം ഒരു വിശാല അവസ്ഥയിലേക്ക് കൊടുക്കും. എന്റെ വാക്കുകളല്ല, സൂറത്തു സുമർ 22-ാമത്തെ ആയത്ത് ഞാൻ ഓതി വെച്ചത് അതായിരുന്നു. അഫമൻ ശറഹല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാം, ആരുടെയെങ്കിലും ഹൃദയത്തിന് അല്ലാഹു തആല ഇസ്ലാമിലൂടെ, ഇസ്ലാമാകുന്ന തൗഹീദിലൂടെ ഹൃദയ വിശാലമാക്കി കൊടുക്കുകയാണെങ്കിൽ, അതിലേക്ക് കയറി വരാൻ, അത് ഉൾക്കൊള്ളാൻ, അതിനെ വിശാലമായി മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ, ഫഹുവ അലാ നൂരിൻ മിർ റബ്ബിഹി, അവൻ അവന്റെ രക്ഷിതാവിൽ നിന്നൊരു പ്രകാശം കിട്ടിയവനാണ്. അല്ലാഹു ഒരു പ്രകാശം കൊടുക്കും. ഇസ്ലാമിന്റെ തൗഹീദിലേക്ക് നമ്മുടെ ഹൃദയം കടന്നു വന്നാൽ, എന്നാൽ മറുഭാഗത്ത് അതിന്റെ തൊട്ടടുത്ത ഭാഗത്ത് ഫവൈലുൻ, ചിലർക്ക് നാശമാണുള്ളത്. ലിൽ ഖാസിയതി ഖുലൂബുഹും, ഹൃദയം കഠിനമായി പോയ ചില ആളുകളുണ്ട്. ഖുലൂബുഹും മിൻ ദിക്രില്ലാഹ്, അല്ലാഹനെ ഓർക്കുക എന്നതിൽ ഹൃദയം കടുത്തുപോയവരാണ്. പടച്ചോൻ എന്ന ചിന്തയില്ല, റബ്ബെന്ന ചിന്തയില്ല, റബ്ബിലേക്ക് മടങ്ങണമെന്ന ബോധമില്ലാത്തവന് നാശമാണ്. ഉലൈക ഫീ ളലാലിൻ മുബീൻ, അവർ വ്യക്തമായ വഴികേടിലേക്കും സമാധാനം അവരുടെ ജീവിതത്തിൽ വരാൻ കഴിയില്ല. ഉലമാക്കന്മാരിൽ പ്രഗൽഭനായ അല്ലാമ ഇബ്നു ഖയ്യിം അൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പ്രസിദ്ധമായ കിതാബാണ് സാദുൽ മആദ്. ആ കിതാബിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസുകളും ആയത്തും ഒക്കെ ക്രോഡീകരിച്ചിട്ട് പറയാണ്, അഅ്ളമു അസ്ബാബി ഇൻശിറാഹിസ് സ്വദരി, ഒരു മനുഷ്യന്റെ ഹൃദയം വിശാലമാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അത്തൗഹീദ്, ഏകദൈവ വിശ്വാസമാണ്. നമുക്ക് 33 കോടി ദൈവങ്ങളില്ല. നമുക്ക് ഏകനായ ഒരൊറ്റ ദൈവമേ ഉള്ളൂ, പടച്ച റബ്ബേ ഉള്ളൂ. ആ റബ്ബിലുള്ള യഥാർത്ഥ വിശ്വാസമാണ് ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ വിശാലത. വഅലാ ഹസബി കമാലിഹി വഖുവ്വതിഹി വസിയാദതിഹി, തൗഹീദിന്റെ വർധനവും ശക്തിയും പൂർണ്ണതയും എത്രയുണ്ടോ, വയകൂന ഇൻശിറാഹു സ്വദിരി സാഹിബിഹി, അതിനെ അനുസരിച്ചുകൊണ്ട് അവന്റെ മനസ്സ് വിശാലമാകും. അതിന് എന്തൊക്കെ പ്രതിസന്ധി അവന്റെ മുമ്പിൽ വന്നാലും തൗഹീദിന്റെ കരുത്ത് എത്ര കൂടുന്നുണ്ടോ അത്രയും അവൻ അതിൽ ഏറ്റവും നല്ല ശക്തനായി മാറാൻ അവന് കഴിയും. അവന്റെ മനസ്സ് സ്വാതന്ത്ര്യമാകും. ആ സ്വാതന്ത്ര്യം ഏതാണ്? ഒരു മനുഷ്യൻ അവന്റെ സൃഷ്ടികളുടെ അടിമത്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സൃഷ്ടാവിന്റെ അടിമത്തത്തിൽ മാത്രം ജീവിക്കാൻ കഴിയുക. മറ്റാരെയും ഭയപ്പെടാനില്ലാതെ, കറുത്ത പൂച്ചയെ പേടിക്കാനില്ല, ഒറ്റ മൈനയെ കണ്ട പേടിക്കാനില്ല, ഏതെങ്കിലും നിലക്കുള്ള അന്ധവിശ്വാസങ്ങൾ കേട്ട് ഞെട്ടിത്തരിച്ച് പേടിച്ചിരിക്കേണ്ടത് അവന് വരില്ല. അവൻ ഏകനായ റബ്ബിൽ തവക്കുൽ ചെയ്ത് മുന്നോട്ട് പോകും. അതേ സമയത്ത് ശിർക്കിന്റെ ഏതെങ്കിലും മിനം അവന്റെ കൽബിന്റെ ഉള്ളിൽ കയറി വന്നാൽ പിന്നെ പേടി തുടങ്ങി. പിന്നെ അവന്റെ വാഹനം പുറത്തിറങ്ങണമെങ്കിൽ ഒരു പച്ച കെട്ട് കെട്ടിയാതെ അവനെ പുറത്തിറങ്ങൂല. ആ കെട്ട് കെട്ടിയാലോ പിന്നെ അവർക്ക് സമാധാനമായി. അള്ളാന്റെ ഖുർആൻ പറയാണ്, വമൻ യുശ്രിക് ബില്ലാഹ്,
ആരെങ്കിലും അല്ലാഹുവിൽ ശിർക്ക് ചെയ്ത് ജീവിച്ചാൽ ഫകഅന്നമാ ഖറ മിനസ്സമാ, ആകാശത്തുനിന്ന് വീണവനെ പോലെയാണ്. ഓനി ഇനി എടുക്കാൻ ഒന്നും ബാക്കിയില്ല, തരിപ്പണ എന്നാണ്. ആകാശത്തുനിന്ന് വീണവനെ പോലെയാണ്. ഫതഖ്തഫുഹു തയ്ർ, അവസാനം അവൻ താഴേക്ക് വീണാൽ തന്നെയും ചിലപ്പോൾ വീഴുന്നതിന്റെ ഇടയിൽ ഭീകരന്മാരായ പക്ഷികൾ റാഞ്ചിയെടുക്കുന്ന പോലെ അവന്റെ ജീവിതത്തെ അല്ലാഹു തആല അവന് നൽകിയിട്ടുള്ള ആ മനോഹരമായ ജീവിതം നഷ്ടപ്പെടുകയാണ് ശിർക്ക് ചെയ്യുന്ന മനുഷ്യൻ. അതുകൊണ്ട് അവന്റെ പ്രയാസങ്ങളും വിഷമങ്ങളും മനസ്സിങ്ങനെ കുടുങ്ങിക്കിടന്ന് നീറുന്ന ടെൻഷൻ കയറുമ്പോ ഒരു മഖാമിലേക്കും അവൻ പണം കൊടുക്കൂല. തൗഹീദ് കയറിയാല് ഒരു മഖാമിലും പോയി ചെന്ന് വീണ് അവൻ കരയൂല. ഒരു ദർഗയിൽ നിന്ന് ഏതെങ്കിലും പൂജിച്ച ഒരു സാധനം കൊണ്ടുവന്ന് വീട്ടിൽ സൂക്ഷിക്കൂല. ഏലസിൽ അഭയം പ്രാപിക്കില്ല. അവൻ വേണ്ടാത്ത കുത്തറാത്തീബിൽ പങ്കാളിയാകൂല. വേണ്ടാത്ത ദീന് പഠിപ്പിക്കാത്ത കുത്തുബിയത്തിൽ 1000 തവണ മുഹിയുദ്ദീൻ ശൈഖിനെ വിളിക്കാൻ ഇവൻ പോകൂല. ഇവൻക്ക് പടച്ച റബ്ബുണ്ട് എന്ന തികഞ്ഞ ബോധ്യം അവനുള്ളവനായിരിക്കും. അതേ സമയത്ത് പ്രിയപ്പെട്ടവരെ, മഹാനായ ഉമർ ഖത്താബ് തങ്ങളുടെ ചരിത്രം വായിച്ചു നോക്കൂ നിങ്ങൾ. ഉമർ ഖത്താബ് തങ്ങൾക്ക് 2 കാലഘട്ടമുണ്ട്. ഒന്ന് ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ്, ഒന്ന് ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം. ഇത് രണ്ടും അജഗജാന്തര വ്യത്യാസമായിരുന്നു. ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് ഏറ്റവും അറിയപ്പെടുന്ന മദ്യപാനികളിൽ ഒരാളായിരുന്നു. ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് നാട്ടിലെ ഏറ്റവും ശക്തനായ, ഒരു മനസ്സിന്റെ അലിവും കാണിക്കാത്ത മനുഷ്യരിൽ, ക്രൂരതകളിൽ പല ഉദാഹരണങ്ങളും ഉമർ ഖത്താബ് തങ്ങളെ പറ്റി പറയാറുണ്ടായിരുന്നു. മുസ്ലിമായതിന്റെ പേരിൽ എത്രയോ മുസ്ലിമീങ്ങളെ മക്കയിൽ വെച്ച് അങ്ങേയറ്റത്തെ പീഡനത്തിന് ഇരയാക്കിയ ആളായിരുന്നു. പക്ഷേ ഇസ്ലാം സ്വീകരിച്ചപ്പോൾ ഹൃദയം തുറന്ന മനസ്സുമായി മദീനയുടെ തെരുവിൽ ഒരു കുട്ടി കരഞ്ഞാൽ തന്റെ വീട്ടിലിരുന്ന് കരയാൻ തുടങ്ങും ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഇതാണ് തൗഹീദ് മനസ്സിനകത്ത് കയറി വന്നാൽ ഉണ്ടാകുന്ന വലിയ വ്യത്യാസം എന്ന ബോധ്യമാണ് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടത്. രണ്ടാമത് ഉലമാക്കന്മാര് പറയാണ്, നിന്റെ മനസ്സിന്റെ സങ്കടങ്ങൾ, ദുരിതങ്ങൾ നീങ്ങി ഹൃദയ വിശാലത ലഭിക്കണോ, അൽ ഇനാബത്തു ഇലല്ലാഹ്, നീ അല്ലാഹുവിലേക്ക് ഖേദിച്ച് പശ്ചാത്തപിച്ച് മടങ്ങണം. തെറ്റുകളിൽ മുഴുകി ജീവിക്കരുത്. ഇവിടെ ഇരിക്കുന്ന ഞാനും നിങ്ങളൊക്കെ മനസ്സിലാക്കിക്കോണം, നമുക്കെല്ലാവർക്കും മനുഷ്യൻ എന്ന നിലക്ക് ചില വീക്ക്നെസ്സുകൾ ഉണ്ടാകും. ഏതെങ്കിലും ഒരു തെറ്റിൽ വീഴാത്ത മനുഷ്യർ ഇന്ന് വളരെ കുറഞ്ഞ ശതമാനം ഉണ്ടാവും. ഒന്നുകിൽ ഒരു പെണ്ണ് കേസ്, അല്ലെങ്കിൽ പണത്തിന്റെ കേസ്, അല്ലെങ്കിൽ ലഹരിയിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും നുണപ്രചരണങ്ങളിൽ, വേണ്ടാത്തരങ്ങളിൽ, എവിടെയെങ്കിലും ചൂതാട്ടത്തിൽ, പലിശയിൽ പെടാത്ത, ഏതെങ്കിലും ഒരു തിന്മയിൽ പെടാത്ത ആളുകളുടെ എണ്ണം കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടത്തിൽ ഇസ്ലാം നമ്മളോട് പറയാണ്, എത്ര പാപം നമ്മുടെ കയ്യിലുണ്ടോ അത്രയും നമ്മൾ വരിഞ്ഞു മുറുക്കപ്പെട്ട, സ്വസ്ഥത നഷ്ടപ്പെട്ട മനസ്സുമായിട്ട് ജീവിക്കേണ്ടി വരും. ചെയ്യുമ്പോൾ ഒരു സുഖം, സന്തോഷമൊക്കെ ഉണ്ടാവും. അതങ്ങ് കഴിഞ്ഞാൽ പിന്നീട് നേറിപ്പുകയാണ് ജീവിക്കുക. ഇവിടെയാണ് ഇസ്ലാം പറയുന്നത്, അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ച് വിനയപ്പെട്ട് കീഴ്പ്പെട്ട് മടങ്ങിവാ, സമാധാനം കിട്ടും നിനക്ക്, ഹൃദയം തുറക്കും. അൽ ഇനാബത്തു, ഇബ്നു ഖയ്യിം അൽ ജൗസി തങ്ങൾ പറയാണ്, അൽ ഇനാബത്തു, അല്ലാഹുവിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞാൽ ഹിയ ഉഖൂഫുൽ ഖൽബി അലല്ലാഹി അസ്സ വജല്ല ബിമഹബ്ബതിഹി വഖൗഫിഹി വറജാഇഹി. ഒരു തെറ്റിങ്ങനെ ചെയ്യാൻ നിൽക്കുമ്പോ ഞാൻ എങ്ങനെയാ ചെയ്യാ, എന്റെ റബ്ബ് എനിക്ക് ഇത്രയും സ്നേഹം തന്നവനാണെന്ന ബോധ്യത്തോടെ മാറി നിൽക്കുക. ഞാൻ എങ്ങനെയാ തെറ്റ് ചെയ്യാ, പടച്ച റബ്ബിന്റെ നരകമാണ് എന്റെ മുമ്പിൽ വരാനിരിക്കുന്നത്. ഞാൻ എങ്ങനെയാ തെറ്റ് ചെയ്യാ, എനിക്ക് സ്വർഗം നഷ്ടപ്പെടുമല്ലോ എന്ന ബേജാറോടെ പടച്ചവനിലേക്ക് മടങ്ങുന്നതിന്റെ പേരാണ് ഇനാബത്ത്. വയഹ്ദീ ഇലൈഹി മൻ അനാബ്, അല്ലാഹുവിലേക്ക് ഖേദിച്ച് പശ്ചാത്തപിച്ച് മടങ്ങുന്നവർക്ക് അല്ലാഹ് സന്മാർഗം കൊടുക്കും. മഹാനായ ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിക്കുന്നുണ്ട്, അലൈഹി തവക്കൽതു വ ഇലൈഹി ഉനീബ്, ഞാൻ അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുകയാണ്, ഞാൻ അല്ലാഹുവിലേക്ക് മടങ്ങുകയാണ്, ഖേദിക്കുകയാണ്. വനീബൂ ഇലാ റബ്ബിക്കും വഅസ്ലിമൂ ലഹു, നിങ്ങൾ നിങ്ങളുടെ റബ്ബിലേക്ക് ഖേദിച്ച് പശ്ചാത്തപിച്ച് മടങ്ങി പൂർണ്ണമായി പടച്ചോന് കീഴ്പ്പെട്ടോളൂ. എന്തൊരു സമാധാനാണ്! പാപത്തിന്റെ ഉള്ളിൽ കിടന്ന് നെരുങ്ങി ജീവിക്കുന്ന മനുഷ്യരോട് ചോദിക്കും, എത്ര അസ്വസ്ഥമായിട്ടാണ് അവർ ജീവിക്കുന്നത്. പാപത്തിന്റെ ദുരന്തങ്ങൾ നമുക്ക് വിവരിക്കാൻ കഴിയാത്ത അപ്പുറത്താ കിടക്കുന്നത്.
പ്രിയപ്പെട്ട വിദ്യാർത്ഥി മക്കളൊക്കെ ഉള്ളതാണ്. പല കേസുകളിൽ സംസാരിക്കാൻ മധ്യസ്ഥനായി പോകേണ്ടി വരുമ്പോഴൊക്കെ ഒരു പക്വമായ സമീപനമല്ലാത്തത് കൊണ്ട് തന്നെ കുട്ടിക്കാലത്തും വിദ്യാർത്ഥികാലത്തും സംഭവിക്കുന്ന ചെറിയ ചെറിയ പാകപ്പിഴവുകൾ എത്ര കുടുംബങ്ങളാണ് മരിക്കുവോളം കണ്ണീര് കുടിക്കുന്നത്. എത്ര വാപ്പമാരാണ്, എത്ര ഉമ്മമാരാണ് തന്റെ മകൻ 10ാം ക്ലാസ്സിലും +2വിലും ചെയ്തു കൂട്ടിയതിന്റെ ദുരന്തങ്ങൾ അനുഭവിക്കേണ്ടി വരും. എത്ര വിവാഹങ്ങളാണ് മുടങ്ങിപ്പോയിട്ടുള്ളത്, എത്ര വാപ്പമാരുടെ സ്വപ്നങ്ങളാ തകർത്തത്. എന്താ സംഭവിച്ചത്? ഒരൊറ്റ ചെറിയ തെറ്റിന്റെ പേരിൽ, ഒരൊറ്റ ഫോട്ടോയുടെ പേരിൽ, ഒരൊറ്റ വീഡിയോയുടെ പേരിൽ എത്രയെത്ര പ്രശ്നങ്ങൾ നമ്മുടെ കുടുംബങ്ങളിൽ നടന്നിട്ടുണ്ട്. ഇവിടെയാണ് ഉലമാക്കന്മാര് നമ്മളോട് പറയണം, അല്ലാഹു പശ്ചാത്തപിച്ച് ഖേദിച്ചു മടങ്ങുന്നവരെ പടച്ച റബ്ബിന് ഭയങ്കര ഇഷ്ടമാണ്. തെറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് മടങ്ങി വന്ന് ഖേദിക്കുന്നവരെ അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. ഒരു ഹദീസിൽ പറയാ, ഒരു മനുഷ്യൻ മരുഭൂമി കൂടെ പോകുക, ഒറ്റ വാഹനമാണ് അയാളുടെ കയ്യിൽ, ഒരു ഒട്ടകം. ഈ ഒട്ടകപ്പുറത്ത് അയാളുടെ വസ്ത്രം, ഈ ഒട്ടകപ്പുറത്ത് അയാളുടെ വെള്ളം, അയാളുടെ രേഖകൾ, അയാളുടെ പണം എല്ലാം ഭദ്രമാക്കി കെട്ടിവെച്ച് ഇയാൾ യാത്ര ചെയ്തു. ഒരു മരത്തിന്റെ ചുവട്ടിൽ അയാൾ വിശ്രമിക്കാനിരിക്കുമ്പോൾ ഈ ഒട്ടകത്തെ നഷ്ടപ്പെട്ടു. ആലോചിക്കുക, എല്ലാം തകർന്നു, ഇയാളുടെ എല്ലാം നഷ്ടപ്പെട്ടു. ഈ ഒട്ടകത്തെ കാണാതെയായി ഒരുപാട് ദൂരത്തേക്ക് ഒട്ടകം പോയി തിരഞ്ഞിട്ട് കാണുന്നില്ല. ക്ഷീണിച്ച് അവശനായി ഇരിക്കുന്ന ഈ മനുഷ്യൻ മരത്തിന്റെ ചുവട്ടിൽ വന്ന് വീണ്ടും ഇരുന്ന് ഖേദത്തോടെ ഇരുന്ന് കരഞ്ഞ് എടങ്ങറ് പിടിച്ച് തളർന്നിരുന്ന് കിടന്നുറങ്ങിപ്പോയി. ക്ഷീണിച്ച് അവശനായി എണീറ്റപ്പോ ഇയാൾ കാണുന്നത് നേരത്തെ നഷ്ടപ്പെട്ട ഒട്ടകം തന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്ന രംഗം കാണാൻ. ഫലില്ലാഹി അശദ്ദു ലല്ലാഹു അശദ്ദു ഫർഹം ബിതൗബതി അബ്ദിഹി. അല്ലാഹു ഒരു മനുഷ്യന്റെ കാര്യത്തിൽ തൗബ ചെയ്യുന്നത് അല്ലാഹ്ക്ക് ഭയങ്കര സന്തോഷമാണ്. ഈ അടിമക്ക് തന്റെ ഒട്ടകത്തെ തിരിച്ചു കിട്ടിയപ്പോൾ ഉണ്ടാകുന്ന സന്തോഷത്തെക്കാളേറെ ആ മനുഷ്യൻ തിരിച്ചു കിട്ടിയപ്പോ സന്തോഷം കൊണ്ട് പറഞ്ഞുപോയി, അല്ലാഹുമ്മ അൻത അബ്ദീ വ അന റബ്ബുക. അല്ലാഹുവേ, നീ എന്റെ അടിമയാണ്, ഞാൻ നിന്റെ റബ്ബാണ്. അറിയാതെ പറഞ്ഞു പോയതാ, സന്തോഷം കൊണ്ട് പറഞ്ഞു പോയതാ. അതിനേക്കാൾ സന്തോഷാണ് ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ എന്തെങ്കിലും പറ്റിപ്പോയെങ്കിൽ കിടഞ്ഞു വീണ് തൗബ ചെയ്ത് ഖേദിച്ച് കണ്ണീരോടെ മടങ്ങിപ്പോരുക എന്നുള്ളത്. നമ്മുടെ മനസ്സെത്ര ശാന്തമാകും. ഇന്നലെ വരെ ഉണ്ടായിരുന്ന തെറ്റായ ചാറ്റുകൾ, അതുപോലെ തന്നെ വീഡിയോകൾ, വിളികൾ, മെസ്സേജുകൾ, പ്രണയങ്ങൾ, ചാബല്യങ്ങൾ ഇന്ന് അവസാനിപ്പിച്ചാൽ നാളെ മുതൽ അയാൾക്ക് ലഭിക്കുന്ന ഒരു സുഖവും ആശ്വാസവും സമാധാനവും എത്രയായിരിക്കുമെന്ന് നമ്മളെ പഠിപ്പിക്കേണ്ടതില്ല. ഇവിടെയാണ് മനുഷ്യർ ചിന്തിക്കേണ്ടത്. 3 സമാധാനത്തിന്റെ ഹൃദയത്തിന്റെ വിശാലമായ അവസ്ഥയിലേക്ക് നിനക്ക് എത്തണോ? നിസ്കാരം നിനക്ക് അതിനുള്ള ചാൻസാണ്. അതെത്ര മനുഷ്യന്റെ മനസ്സിനെ അത്രയും സമാധാനം, കുളിർമ കൊടുക്കാൻ അല്ലാഹു ഉണ്ടാക്കി തന്നതാ. വസ്തഈനൂ ബിസ്സബ്രി വസ്സലാ. നമസ്കാരം കൊണ്ടും ക്ഷമ കൊണ്ടും നിങ്ങൾ അല്ലാഹുവിനോട് സഹായം തേടുക. നിസ്കാരവും ക്ഷമയും 2 മാരകമായ, നമ്മളല്ലേ, ഭയങ്കരമായ ഒരു മനുഷ്യനെ പിടിച്ചിരുത്തുന്ന സാധനമാണ്. നമസ്കാരത്തിലൂടെ, ക്ഷമയിലൂടെ അല്ലാഹുവിനോട് സഹായം തേടിക്കോ. വഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ. വിനയാന്വിതരായ അടിമകൾക്കല്ലാതെ അതൊരു വലിയ കാര്യമായിട്ട് തോന്നൂല. ഇത് 2ഉം വലിയ കാര്യമാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ്. ഇബ്നു ഖയ്യിം അൽ ജൗസി റഹ്മത്തുള്ളാഹി മറ്റൊരു ഗ്രന്ഥത്തിൽ അൽ വാബിലുസ് സ്വയ്യിബ് എന്ന ഗ്രന്ഥത്തിൽ പറയാണ്, പ്രിയപ്പെട്ടവരെ ശ്രദ്ധിച്ചു നോക്ക്, നമ്മൾ നിത്യം ചെയ്യുന്ന കാര്യത്തിന്റെ ഗൗരവം. അസ്സലാത്തു മജ്ലബത്തുർ റിസ്ഖി. നിസ്കാരം ഒരു മനുഷ്യന്റെ റിസ്ക് തരുന്നതാണ്. ശരിക്ക് നിസ്കരിക്കാൻ തുടങ്ങിയാൽ അയാൾ പിന്നെ ദാരിദ്ര്യത്തിൽ വീഴൂല എന്നുള്ളതിന്റെ സൂചനയാണ്. അല്ലാഹു തആല റിസ്ക് തരാനുള്ള ഒരു മാർഗമാണ് നിസ്കാരം. ഹാഫിളത്തുൽ ലിസ്ഹത്തി. ആരോഗ്യം സംരക്ഷിക്കാനുള്ളതാണ് നമസ്കാരം. പിന്നെ യോഗ, എക്സസൈസ്, അതിനേക്കാളൊക്കെ ഒരു മനുഷ്യന് അവന്റെ ശരീരത്തിനെയും ആരോഗ്യത്തെയും സംരക്ഷിക്കുന്നതാണ്. നിങ്ങൾ പഠിച്ചു നോക്ക്, നിങ്ങൾ സയൻസ് പഠിച്ചു, നമസ്കാരത്തിന്റെ ആരോഗ്യ ഗുണങ്ങൾ പഠിക്കും. അവനെ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതാണ് നിസ്കാരം. പല രോഗങ്ങളിൽ നിന്നും അവനെ അകറ്റാനുള്ളതാണ് നമസ്കാരം. അവന്റെ കൽബിന് ശക്തി കൂട്ടുന്ന ഇബാദത്താണത്. കൽബിനൊരു പവർ വരാൻ തുടങ്ങും.
തലക്ക് വർക്ക് ചെയ്യാൻ തുടങ്ങും, നമ്മുടെ ബുദ്ധിക്ക് വികസിക്കാൻ തുടങ്ങും, മരവിച്ചവരായി മാറൂല നമ്മള്. നല്ലപോലെ നമസ്കരിക്കുന്നവന്റെ മുഖം പ്രകാശപൂരിതമാകും. അപ്പോൾ ഒരു ഹാപ്പി. എത്ര പട്ടിണി കടന്നാലും മുപ്പൊരു വളരെ ഫേസൊക്കെ വളരെ സ്മൈലി ചിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ എപ്പോഴും പടച്ചറബത് അങ്ങനെ നിലനിർത്തി കൊടുക്കും. മനസ്സിനെപ്പോഴും സന്തോഷം അല്ല നിറച്ചു കൊടുക്കും. മടിയിൽ നിന്ന് അവനെ മാറ്റി നിർത്തും. എന്താ പണി? ഒരു പണിയില്ല. ഉറങ്ങുക, ഭക്ഷണം കഴിക്കുക, ഫോണെടുത്തോണ്ടിരിക്കുക. ഇമാതിരി മടി പിടിച്ച ഒരു ലോകത്തുനിന്ന് ഒരു യഥാർത്ഥ നിസ്കാരക്കാരൻ മടി പിടിച്ചിരിക്കുന്ന അവസ്ഥയിലേക്ക് വരൂല. അങ്ങനെയാണെങ്കിൽ വീണ്ടും അതുണ്ടെങ്കിൽ അവന്റെ നമസ്കാരം പരിശോധിക്കണം. ഉലമാക്കന്മാർ ഇത്ര കൃത്യമായി കൊണ്ട് നമ്മുടെ മുമ്പിൽ പഠിപ്പിച്ചു തരിക. നമ്മുടെ നാട്ടിലൊരു എംപിനെ, MLA നെ, ഒരു മന്ത്രിനെ, പ്രധാനമന്ത്രിയെ, മുഖ്യമന്ത്രിയെ കാണാൻ ഒരുപാട് കടമ്പ കടക്കണം. ലോകത്തിന്റെ ഉടമയായ രാജാധികാരമുള്ള റബ്ബിനെ കണ്ടുമുട്ടാൻ ഒറ്റ സ്റ്റെപ്പ് ഒളുണ്ടാക്കുക. നേരെ വന്ന് നിസ്കാരം ആരംഭിച്ചു. പടച്ചോനോട് തുറന്ന് സംസാരിക്കാനുള്ള ചാൻസ്. ഇടയിലൊരു വഴിയില്ല. തുറന്നിറക്കപ്പെടും. നമ്മുടെ ഭാരങ്ങൾ ഇറക്കി വെച്ച് മനസ്സ് തുറന്ന് സംസാരിക്കാനുള്ള മാനദണ്ഡമാ പഠിപ്പിച്ചത്. 4ാമത്തെ പരിഹാരം വിശുദ്ധ ഖുർആനിന്റെ ചികിത്സയാണ്. ഖുർആനാണ് നമ്മുടെ ആത്മാവിന്റെ ചികിത്സ എന്ന് പറയുന്നത്. റമദാൻ കഴിഞ്ഞു, പലരും അവസാനിപ്പിച്ചു. റമദാൻ കഴിഞ്ഞു, ക്ലാസുകൾക്ക് ഇനി ആളുകൾ കുറഞ്ഞു തുടങ്ങും. റമദാനിന്റെ ആവേശം, എത്ര പേജുകൾ ഇരുന്ന് മണിക്കൂറോളം ഓതിയവർക്ക് ഇനി ഒരു 1/2 പേജ് ഓതണമെങ്കിൽ പുതിയൊരു ഈമാൻ കിട്ടിയിട്ട് വേണ്ടി വരും. ഒന്ന് പഠിച്ചോളൂ. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് ഖദ് ജാഅതുകും മൗഇളതും മിർ റബ്ബികും വശിഫാഉൻ ലിമാ ഫിസ് സുദൂർ. നിങ്ങളുടെ റബ്ബിൽ നിന്ന് നിങ്ങൾക്കിതാ ഉപദേശം വന്നിരിക്കുന്നു. വശിഫാഉൻ ലിമാ ഫിസ് സുദൂർ, നിങ്ങളുടെ ഹൃദയത്തിനുള്ള ശിഫയാകുന്ന മരുന്നിതാ വന്നിരിക്കുന്നു. നമ്മുടെ ഹൃദയത്തിന്റെ പ്രശ്നങ്ങൾക്കുള്ള മരുന്നാണിത്. ഉപദേശം എന്ന് പറഞ്ഞാൽ സാരോപദേശങ്ങൾ, ശിഫ എന്ന് പറഞ്ഞാൽ അതിനുള്ള മരുന്ന്. എന്തിനുള്ളത്? ഹൃദയത്തിനുള്ള മരുന്നാണ്. സുഹൃത്തുക്കളെ, കഞ്ചാവും സിഗരറ്റും ഹാൻസും മാറി മാറി ഉപയോഗിക്കുന്ന ലഹരിക്കാരാ, അത് മരുന്നല്ല. നിനക്ക് മാരകമായ രോഗം തരാനിരിക്കുന്ന താൽക്കാലിക വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് നീ എന്ന തിരിച്ചറിവുണ്ടാവും. പ്രണയത്തിൽ ജീവിക്കുന്നവർ, അതിൽ നിന്ന് സമാധാനം കണ്ടെത്തുന്നവർ, മ്യൂസിക്കിൽ അഡിക്റ്റ് ചെയ്യപ്പെട്ട് അതില്ലാതെ ചോറയിക്കാൻ കഴിയാതെ, അതില്ലാതെ വാഹനം ഓടിക്കാൻ കഴിയാതെ പോകുന്നവൻ താൽക്കാലിക ശിഫയിലാണ് അവനുള്ളത്. അവന് പരിഹാരമില്ല. അതേപോലെ തന്നെ മറ്റനേകം കാര്യങ്ങളിൽ ലവേഴ്സായിക്കൊണ്ടും ഗേൾഫ്രണ്ടായും ബോയ്ഫ്രണ്ടായും ഇതൊക്കെയാണ് ആശ്വാസം എന്ന് വിചാരിക്കുന്നവരെ നിങ്ങൾ മാരകമായ വലിയ അപകടങ്ങളിലേക്കാണ് വീണ്ടും വീണ്ടും പോകുന്നത്. യഥാർത്ഥ പരിഹാരം ഖുർആൻ നമുക്ക് തരുന്നുണ്ട്. അത് പാടില്ല എന്ന് പറഞ്ഞിടത്തേക്ക് പോകരുത്. അൽ ഖുർആനു ഹുവശ്ശിഫാഉത്താം. ഇബ്നു ഖയ്യിം അൽ ജൗസി തങ്ങൾ പറയാണ്, ഖുർആനാണ് പൂർണ്ണമായ ശമന ഔഷധം. മിൻ ജമീഇൽ അദ്വിയത്തിൽ ഖൽബിയ വൽ ബദനിയ, ശരീരത്തിന്റെ കൽബിന്റെ രോഗങ്ങൾക്കുള്ള പരിഹാരം. വഅദ്വാഇ ദുനിയ വൽ ആഖിറ, ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും പ്രശ്നങ്ങൾക്കുള്ള മരുന്ന്. ഇത് പഠിക്കണം. ശനിയാഴ്ച രാവിലെ നമ്മുടെ പള്ളിയിൽ പുരുഷന്മാർക്ക് വേണ്ടി ക്ലാസ് നടക്കുന്നുണ്ട്. ഇപ്പൊ കുട്ടികളൊക്കെ ഫ്രീ ആയിരിക്കും. ഇപ്പൊ പരീക്ഷ ഉണ്ടാവില്ല. SLC-ക്കാരും +2-ക്കാരൊക്കെ ഫ്രീ ആയി. കൂട്ടിക്കൊണ്ടുവരണേ. നമ്മളെ കുട്ടിക്ക് ചികിത്സ കിട്ടണ്ടേ? അവർക്ക് ദീന് കിട്ടണ്ടേ? എല്ലാവരും നമ്മുടെ സുഹൃത്തിനെ, നമ്മുടെ ഫ്രണ്ടിനെ, നമ്മുടെ അയൽവാസിയെ ഖുർആനിന്റെ പഠനത്തിലേക്ക് നയിക്കാൻ നമ്മൾ സാധാരണഗതിയിൽ ശ്രദ്ധിക്കേണ്ട മേഖലയാണ്. ഹിഫ്ള് ഉണ്ടാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. CRE പോലെയുള്ള സംവിധാനങ്ങൾ രക്ഷിതാക്കൾ കുട്ടികൾക്ക് വേണ്ടി ഒരുക്കുന്നതാണ്. അതിൽ നമ്മൾ ഉണ്ടാവുക ഖുർആനാണ് ശിഫ കൊടുക്കുന്നത്. മനസ്സിന്റെ സ്ട്രെസ് ഇറക്കി വെക്കാനുള്ള പരിഹാര തീരങ്ങളാണ്. 5 ദിക്റുള്ളയാണ്. ആർക്കും ആ വാക്ക് പഠിപ്പിച്ചിരുന്ന ദിക്ർ, ഇസ്ലാം പഠിപ്പിച്ച ദിക്റിലൂടെ നമ്മുടെ മനസ്സിന് തരുന്ന ഒരു സമാധാനത്തിന്റെ ഒരു തുരുത്താണ്. അല്ലദീന ആമനു, സത്യവിശ്വാസം സ്വീകരിച്ചവർ, വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ്, അല്ലാഹുവിനെ കുറിച്ചുള്ള സ്മരണ കൊണ്ട് ഹൃദയം സമാധാനിപ്പിക്കുന്നവർ. അലാ, അറിഞ്ഞോളൂ, ബിദിക്രില്ലാഹ്, അല്ലാഹുവിലുള്ള ദിക്ർ കൊണ്ടാണ് തത്മഇന്നുൽ ഖുലൂബ്, ഹൃദയം സമാധാനപ്പെടുന്നു. അൽഹംദുലില്ലാഹ് 10 പ്രാവശ്യം പറയുമ്പോൾ കിട്ടുന്ന സുഖം ഏത് സിനിമ പാട്ടിനുള്ളത്? സുബ്ഹാനല്ലാഹ്, അല്ലാഹു അക്ബർ, വൽഹംദുലില്ലാഹ്,
വലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇസ്ലാം പഠിപ്പിച്ച ദിക്റുകൾ നമ്മുടെ സമാധാനത്തിന്റെ കേന്ദ്രമാകണം. ഇസ്ലാം പഠിപ്പിക്കാത്ത ഒരു ദിക്റും നമ്മൾ അത് എണ്ണം പറഞ്ഞാവട്ടെ, ചാടിക്കളിക്കുന്നതാവട്ടെ, ലൈറ്റ് ഓഫ് ആക്കിയിട്ടാവട്ടെ, ലൈറ്റ് ഓൺ ആക്കിയിട്ടാക്കട്ടെ, ദീന് പഠിപ്പിക്കാത്ത ഒരു ദിക്റും നമ്മുടെ നാവെന്ന് വരരുത്. അത് പഠിപ്പിക്കുന്നത് ശൈത്താനിയത്തിന്റെ കുതന്ത്രങ്ങളാണ്. അതിലേക്ക് നമ്മൾ വീണു പോകരുത്. ഉലമാക്കന്മാർ ഇടക്കിടക്ക് ഓർമ്മപ്പെടുത്തും, നിന്റെ ശരീരത്തിന് ക്ഷീണം വരുമ്പോ നീ എന്താ ചെയ്യുക? വെള്ളം കുടിക്കും, ഭക്ഷണം കഴിക്കും. നിന്റെ മനസ്സിന്, നിന്റെ ആത്മാവിന് തളർച്ച വരുമ്പോ അതിന് കിട്ടുന്ന പോഷകമാണ് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് കൊടുക്കണം. ഇല്ലെങ്കിൽ ഹൃദയം ചത്തുപോകും. ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറയും, അൽ മാഉ ലിസ്സമകി, ഒരു മത്സ്യത്തിന് വെള്ളം എത്ര വേണോ അതേപോലെയാണ് നമ്മുടെ കൽബിന് ദിക്ർ എന്ന് പറഞ്ഞ. വെള്ളം വറ്റിയാൽ ഒരു മത്സ്യം ചത്തുപോണ പോലെ ദിക്റില്ലാത്തവന്റെ കൽബ് ചത്ത ഹൃദയമായിരിക്കും. അവിടുന്ന് ഒരു നന്മയും വരില്ല. ഇത് ഓർമ്മപ്പെടുത്തുകയാണ്. അവസാനിപ്പിക്കുമ്പോൾ 6ാമത്തെ കാര്യം ഉലമാക്കന്മാര് പറയണം, നന്നായി മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കണം. പടച്ചോനെ എന്റെ ഹൃദയം നന്നാക്കി തരണം. ഹൃദയം നന്നാവാത്തവന്റെ പ്രവർത്തനം നന്നാവൂല, സ്വഭാവം നന്നാവൂല, ദാമ്പത്യം നന്നാവൂല, കച്ചവടം നന്നാവൂല, പ്രാസ്ഥാനിക നന്നാവില്ല, അവന്റെ ശരിയായ ഒരു നടപടിയും വരൂല. ഹൃദയം നന്നാവണം. അതാണ് മൂസാ നബി അലൈഹിസ്സലാം വലിയൊരു ഭാരമേറിയ പണിക്കിറങ്ങുമ്പോ ഖാല റബ്ബി ഇശ്റഹ് ലീ സദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി. സൂറത്തു ത്വാഹ നമ്മൾ പഠിച്ച അധ്യായമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ട്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ. അല്ലാഹുവേ, മനസ്സിന്റെ വിഷമങ്ങളിൽ നിന്ന്, ഇന്നലകളിൽ സംഭവിച്ച പ്രശ്നങ്ങളെ കുറിച്ച് ഓർത്തുള്ള വിഷമങ്ങളിൽ നിന്ന്, നാളെ മുതൽ സംഭവിക്കാൻ പോകുന്ന സങ്കടങ്ങളിൽ നിന്ന് എനിക്ക് റബ്ബേ കാവൽ നൽകണേ. ഇതൊക്കെ മനസ്സിനെ തളർത്തുന്ന സാധന. അതൊന്നൊക്കെ എനിക്ക് സുരക്ഷ തരണേ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥന നമ്മുടെ കൂടെയുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തിന്റെ എല്ലാ നിലക്കുമുള്ള കെട്ടുകളിൽ നിന്ന് തുറക്കാനുള്ള 6 പൂട്ടുകളെയാണ് നമുക്ക് പഠിപ്പിച്ചു തന്നത്. ഹൃദയം തുറന്ന് വിശാലമാകാത്തവൻ എത്ര വലിയ വീടുണ്ടാക്കിയാലും അയാൾക്ക് സ്വസ്ഥമായ ശാന്തമായ ഒരു ഉറക്കം കിട്ടൂല. എത്ര വലിയ രാജ്യത്ത് അയാൾ ചുറ്റിക്കറങ്ങിയാലും അയാൾക്ക് ഹൃദയത്തിന്റെ തുറന്ന മനസ്സുമായി സമാധാനം കണ്ടെത്താൻ കഴിയും. വൈകി വന്നവർക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടെ പറയാ, 6 പ്രധാനപ്പെട്ട നന്മകൾ മഹാനായ ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ പോലെ, ജന്നതി ഫീ സദ്രി, എന്റെ സ്വർഗം എന്റെ ഹൃദയത്തിലാണ്. എന്റെ ഹൃദയം ശരിയാവാതെ എനിക്ക് സ്വർഗമില്ല. 6 പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ തൗഹീദാണ് പ്രധാനം. പടച്ച റബ്ബിനെ മാത്രം ഭയപ്പെടുക, ഇനാബത്തോടെ തെറ്റുകളിൽ നിന്ന് പശ്ചാത്തപിച്ചു മടങ്ങലാണ്. പരിഹാരങ്ങൾക്ക് മുസല്ലയിൽ നമസ്കരിച്ച് കണ്ണീർ പൊഴിക്കലാണ്. 4ാമത്തേത് ഹൃദയത്തിന്റെ രോഗത്തിന് പരിഹാരം ഖുർആനാണ്. 5ാമത്തേത് ഹൃദയത്തിന്റെ കാഠിന്യം കുറക്കുന്നത് ദിക്റുകളാണ്. 6ാമത്തേത് നിത്യജീവിതത്തിൽ പടച്ച റബ്ബിനോട് തന്റെ വിഷമങ്ങളും പ്രയാസങ്ങളും നീങ്ങിക്കിട്ടാനുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമായ ഹൃദയത്തെ നെഞ്ചിലേറ്റി അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട ദാസന്മാരായി ജീവിച്ച് സ്വർഗത്തിന്റെ ഏറ്റവും ഉന്നതമായ ഫിർദൗസിന്റെ സ്ഥാനത്ത് അലങ്കരിക്കപ്പെടുന്ന മുഅ്മിനീങ്ങളിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أيها الإخوة والأخوات أوصيكم وإياي ثانيا بتقوى الله. ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കാൻ എന്നെ മറക്കാതെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിത്യജീവിതത്തിൽ ഒട്ടനേകം പ്രാർത്ഥനകൾ പഠിപ്പിച്ചു. ഒരിക്കൽ സ്വഹാബത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽ ഹദീസിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത് പറയുന്നുണ്ട്, നബി ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. കൂടെ ജീവിച്ചവര് പറയാ,
എന്താ പ്രാർത്ഥിക്കുന്നത്? അല്ലാഹുമ്മ അസ്ലിഹ് ലീ ദീനി അല്ലദീ ഹുവ ഇസ്മതു അംരി. പഠിക്കാൻ എളുപ്പമുള്ള വാക്കുകളാ. അല്ലാഹുമ്മ അസ്ലിഹ് ലീ ദീനി അല്ലദീ ഹുവ ഇസ്മതു അംരി വഅസ്ലിഹ് ലീ ദുനിയായ അല്ലതീ ഫീഹാ മആശി വഅസ്ലിഹ് ലീ ആഖിറതി അല്ലതീ ഫീഹാ മആദി വജഅലിൽ ഹയാത സിയാദതൻ ലീ ഫീ കുല്ലി ഖൈർ വജഅലിൽ മൗത റാഹതൻ ലീ മിൻ കുല്ലി ശർ. പ്രാർത്ഥന എന്റെ കിതാബിലൊക്കെ ഉണ്ടാവും. നമ്മുടെ മൊബൈൽ ഫോണിലുള്ള ആപ്പുകളിലൊക്കെ ഈ പ്രാർത്ഥന വന്നിട്ടുണ്ട്. അതിൽ ആദ്യം പറഞ്ഞ വാക്കൊക്കെ അല്ലാഹുവേ, എന്റെ ദുനിയാവിനിക്ക്, എന്റെ ദീൻ എനിക്ക് നന്നാക്കി തരണം. കാരണം എന്റെ എല്ലാ കാര്യങ്ങളുടെയും സുരക്ഷിതത്വം എന്റെ ദീനാണ്. ദീന് കളയരുത്, ദീന് വലിച്ചെറിയരുത്. എന്റെ എല്ലാ കാര്യങ്ങളും നന്നാകുന്നത് ഞാൻ ദീനനുസരിച്ച് ജീവിക്കുമ്പോഴാണ്. അല്ലാഹുവേ, എന്റെ ദീൻ എനിക്ക് നന്നാക്കി തരണം. വഅസ്ലിഹ് ലീ ദുനിയായ, അല്ലാഹുവേ എനിക്ക് എന്റെ ദുനിയാവിലെ കാര്യങ്ങളൊക്കെ നന്നാക്കി തരണം. കാരണം അല്ലതീ ഫീഹാ മആശി, ഞാൻ ജീവിക്കുന്നത് ഈ ദുനിയാവിലാണ്. വഅസ്ലിഹ് ലീ ആഖിറതി, എന്റെ പരലോകം എനിക്ക് നന്നാക്കി തരണം. അല്ലതീ ഫീഹാ മആദി, എന്റെ മടക്കം അങ്ങോട്ടേക്കാണ്. ദുനിയാവിലെ എല്ലാ ജീവിതത്തിന്റെ ഖൈറും എനിക്ക് അധികരിപ്പിച്ചു നൽകണമേ. എന്റെ മരണത്തിന്റെ എല്ലാ ശർറുകളിൽ നിന്നും എനിക്ക് സുരക്ഷ തരണേ. നാട്ടിലെ നമ്മുടെ ഒരു സുഹൃത്ത്, അദ്ദേഹത്തിന്റെ പിതാവ്, അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ച മകൻ ഇസ്ലാം സ്വീകരിച്ചു. 2 മക്കൾ ഇസ്ലാം സ്വീകരിച്ചു. വീണ്ടും വീണ്ടും വാപ്പാൻ അച്ഛന്റെ അടുത്ത് പോയിട്ട് എന്നും ഉപദേശിച്ചുകൊണ്ടിരിക്കും. പുസ്തകങ്ങൾ കൊടുക്കും, പരിഭാഷകൾ കൊടുക്കും, സംസാരിക്കും നിരന്തരമായിട്ട്. ഒരു ദിവസം അദ്ദേഹം ഇസ്ലാം പ്രഖ്യാപിച്ചു. വാപ്പ, അച്ഛൻ ഇസ്ലാം സ്വീകരിച്ചു. ഏറെ സന്തോഷത്തോടെ അദ്ദേഹം അതൊക്കെ പങ്കുവെച്ചു. 2 ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം ഹൃദയസ്തംഭനം സംഭവിച്ചു മരണപ്പെട്ടു. അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. സുഹൃത്തുക്കളെ, ജീവിതത്തിലെ എല്ലാ ഖൈറുകളും അധികരിക്കപ്പെടുക, എല്ലാവിധ ശർറുകളിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു മരണം ലഭിക്കപ്പെടുക, ദുനിയാവും ദീനും ആഖിറത്തും നന്നായി കിട്ടുക, ഇങ്ങനെയുള്ള ചിന്തയായിരുന്നു നബിതങ്ങൾ പ്രാർത്ഥിച്ചിരുന്നതെങ്കിൽ നമ്മുടെ 3 പ്രധാനപ്പെട്ട കാര്യം, ദീന്, ദുനിയാവ്, ആഖിറത്ത്, ഈ കാര്യം എല്ലാത്തിനും നമുക്ക് ബാധക. ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഇറങ്ങിത്തിരിക്കുന്ന, അതിന്റെ ചൂടേറിയ ചർച്ചകൾ നടക്കുന്ന ഒരു മണ്ണിലാണ് ഞാൻ ഉള്ളത് എന്ന ബോധ്യത്തോടെ തന്നെ പറയാണ്, 3 തരം ആളുകൾ ഇപ്പോൾ നമ്മുടെ നാട്ടിലുണ്ട്. പുതിയ തലമുറയിലുണ്ട്, പുതിയ ആളുകളിലുണ്ട്. ഒന്ന്, രാഷ്ട്രീയത്തിന്റെ എല്ലാ ജീർണതകളും നെഞ്ചിലേറ്റി ഹലാലും ഹറാമും പ്രശ്നമല്ല, എല്ലാത്തിനും എന്തിനും അതിന് കുടപിടിക്കുന്ന ഒരു തികഞ്ഞ രാഷ്ട്രീയക്കാരന്റെ റോള് മാത്രമായി മാറുകയും ദുനിയാവും ആഖിറവും പരലോകവും കുടുംബവും മറന്നു പോകുന്ന രാഷ്ട്രീയക്കാർ. രണ്ടാമതൊരു ടീം ആൾക്കാരുണ്ട്, രാഷ്ട്രീയമേ വേണ്ട, നമ്മൾ മിണ്ടണ്ട, നമ്മളൊന്നും പറയണ്ട, രാഷ്ട്രീയം ഹറാമാണ്. ആര് പറഞ്ഞു? രാഷ്ട്രത്തിന്റെ നന്മക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള ചാൻസാണ് രാഷ്ട്രീയം എന്നത്. രാഷ്ട്രീയമേ പാടില്ല എന്ന വാദം അരാഷ്ട്രീയവാദം നമ്മുടെയൊക്കെ പുതിയ തലമുറയിലുണ്ട്. ഇതെന്തോ ആയിക്കോട്ടെ, ആരോ എന്തോ ആയിക്കോട്ടെ, നമ്മളതിലും നമുക്ക് വലിയ റോളുണ്ട്. ഒരു രാജ്യത്തിന്റെ നന്മയിൽ പങ്കാളിയാകാൻ പറ്റുന്ന പ്രവർത്തനമാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. മൂന്നാമതൊരു വിഭാഗം ഉണ്ടാവണം. ആ മൂന്നാമത്തെ വിഭാഗം ഏതാ? അവിടെ തന്റെ ദീനിനെയും ദുനിയാവിനെയും ആഖിറത്തിനെയും സംരക്ഷിക്കപ്പെടുന്ന രൂപത്തിൽ അതിന് ഇടപെടാൻ പറ്റുന്നിടത്ത് ഇടപെടുകയും, മാറി നിൽക്കേണ്ടിടത്ത് മാറി നിൽക്കുകയും, സഹകരിക്കേണ്ടിടത്ത് സഹകരിക്കുകയും, പാടില്ലാത്തിടത്തുനിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുന്ന ഒരു മധ്യമ നിലപാട് നമ്മൾ സ്വീകരിക്കണം. ഏത് പാർട്ടി കോട്ടിയാണെന്ന് പറയാൻ നമ്മൾ ആരും തയ്യാറല്ല. ഇത് ശരിയുമല്ല, അതിനുപയോഗിക്കേണ്ട സ്ഥലവുമല്ല മിമ്പർ. പക്ഷെ നമുക്കൊരു ദീനനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ എല്ലാ ഭാഗത്തും അള്ളാഹുവിന്റെ ദീനിന് നിർദ്ദേശം ഉണ്ടാവുമല്ലോ. കേരളത്തിൽ അറിയപ്പെടുന്ന 2 പ്രഗത്ഭരായ നേതാക്കന്മാരാണ് KM മൗലവി റഹിമഹുല്ലാ, വക്കം മൗലവി റഹിമഹുല്ലാ. അവർ ഇസ്ലാമിക പ്രസ്ഥാനങ്ങളുടെ നായകത്വം നിൽക്കുമ്പോൾ തന്നെ തൊട്ടപ്പുറത്ത് നടക്കുന്ന രാഷ്ട്രീയകാര്യ പ്രവർത്തനങ്ങളുടെ നേതൃസ്ഥാനത്ത് നിന്നുകൊണ്ട് പ്രവർത്തിക്കുമായിരുന്നു. അവിടെയാണ് നമുക്കുള്ള ഗുണപാഠം എന്ന് പറയുന്നത്. ഒരു മുസ്ലിം അവനെ കൊണ്ട് ചെയ്യാൻ കഴിയാവുന്ന പുണ്യങ്ങൾക്കുള്ള വേദികൾ ഉപയോഗപ്പെടുത്തണം. എന്നാൽ തന്റെ രാഷ്ട്രീയ ജീവിതം കാരണം കൊണ്ട് പരലോകം നഷ്ടപ്പെട്ടവനായി നിസ്കാരമില്ല, ഹക്കും ബാത്തിലുമില്ല, തെറി പറയാൻ മടിയില്ല, ജീർണതകൾക്ക് കുടപിടിക്കുക, വേണ്ടാത്തരങ്ങൾക്ക് ന്യായീകരണം പറയുക തുടങ്ങിയവ ഒന്നും ശ്രദ്ധിക്കാതെ കടന്നു പോകുന്നവനായി അവൻ മാറാൻ പാടില്ല. തആവനൂ അലൽ ബിർരി വത്തഖ്വാ
വലാ തആബനൂ അലൽ ഇസ്മി വൽ ഉദ്വാൻ. പാപങ്ങളോട് തിന്മകളോട് സഹകരിക്കരുത്, പുണ്യങ്ങളോട് നന്മകളോട് നീ സഹകരിക്കുക. ഈ നിലപാടിൽ അവൻ ഉണ്ടാവണം. അനീതിക്ക് കൂട്ടുനിൽക്കുന്നവനായി മാറരുത്, അനീതിക്ക് ന്യായീകരണം പറയുന്നവനായി മാറരുത്. യഅദിലൂഹു വഅഖറബു ലിത്തഖ്വാ. നീതി പാലിക്കുക, അതാണ് ഏറ്റവും തഖ്വയോട് യോജിച്ച് നിൽക്കുന്നത്. വർഗീയത പരത്തുന്നവനായി മാറാൻ പാടില്ല, മതനിരാസം പ്രചരിപ്പിക്കുന്നവരായി മാറാൻ പാടില്ല, ജനദ്രോഹ നിലപാടുകളുമായി മുന്നോട്ട് പോകാൻ പാടില്ല. സത്യത്തിന്റെ കൂടെയാണ് ഒരു വിശ്വാസി എന്നും ഉണ്ടാകേണ്ടത്. വകൂനൂ മഅസ്സാദിഖീൻ. സത്യസാന്മാരുടെ കൂടെ നിൽക്കുക, ഹക്കിന്റെ കൂടെ നിൽക്കുക. അള്ളാഹുവിന്റെ ദീനിനെ ബാധിക്കുന്ന, ദീനിനെ തകർക്കാൻ ശ്രമിക്കുന്ന ദീനിയായ പ്രബോധനത്തിനും പ്രവർത്തനങ്ങൾക്കും ഒരു വല്ലാത്ത തടസ്സം വരുന്ന അവസ്ഥ നാട്ടിൽ വരാതിരിക്കാൻ നല്ല തികഞ്ഞ ജാഗ്രത ഒരു മുസ്ലിമായ വിശ്വാസിക്ക് ഏത് മേഖലയിലും എന്ന പോലെ ഈ രംഗത്തും ഉണ്ടാകണം. അവിടെ നടക്കുന്ന ഏതേത് നന്മകളിൽ പങ്കെടുക്കുമ്പോൾ തന്നെയും പള്ളിയിലെ ജമാഅത്ത് മുടങ്ങരുത്. വാപ്പാനെ ഉമ്മാനെ സംരക്ഷിക്കുന്നിടത്ത് അയാൾ മാറി നിൽക്കരുത്, കുടുംബത്തിനെ സംരക്ഷിക്കുന്നിടത്ത് അയാൾ ഒഴിഞ്ഞു നിൽക്കരുത്. അയാൾ രാഷ്ട്രീയക്കാരനാകുമ്പോൾ തന്നെയും എന്ന ബോധ്യം നമുക്കുണ്ടാവണം. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടവനായി മാറുക, തികഞ്ഞ ജനങ്ങൾക്ക് ഉപകരിക്കുന്ന ധാരാളം നന്മ ചെയ്യാൻ ആ കഴിവ്, ശേഷി, അധികാരമൊക്കെ ഉപയോഗപ്പെടുത്താനാണ് ഒരു മുഅ്മിൻ ശ്രമിക്കേണ്ടത് എന്ന് മാത്രമാണ് ഓർമ്മപ്പെടുത്തുന്നത്. അള്ളാഹു നമുക്കെല്ലാം രാജ്യത്തെ ഏറ്റവും സുരക്ഷിതമായ, നിർഭയത്വമായ നല്ല ഒരു മുസ്ലിമായി ജീവിക്കുന്ന അഭിമാന ബോധത്തോടെ നമ്മുടെ നാട്ടിൽ ജീവിക്കാൻ അല്ലാഹു തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, കഴിഞ്ഞ ആഴ്ച ഖുതുബയിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു, അവധിക്കാല സമയമാണ്. കുട്ടികളെ അങ്ങേയറ്റത്തെ കൺട്രോൾ വരുത്തി ഒന്നിനും വിടാത്ത അവസരം ഉണ്ടാകാനും പാടില്ല. എന്നാൽ എല്ലാത്തിനും സ്വാതന്ത്ര്യം കൊടുത്ത് കയറൂരി വിടുന്നൊരു സാഹചര്യവും വരാതെ അവരുടെ സാഹചര്യം, വയസ്സ്, പ്രായം, കൂട്ടുകെട്ടി എല്ലാം മാനിച്ചുകൊണ്ട് അവരെ നിയന്ത്രണത്തിലേക്ക് വരുത്താൻ നമുക്ക് ശ്രമിക്കേണ്ടതുണ്ട്. അതിലേറ്റവും വില്ലനായി മാറുന്ന മൊബൈൽ ഫോൺ അഡിക്ഷൻ ആയിരിക്കും. ഈ 2 മാസം കൊണ്ട് നമ്മുടെ കുട്ടി അത്യാവശ്യം മൊബൈലിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അത് കണ്ടറിഞ്ഞുകൊണ്ട് ഒരു കോഴ്സ് ഇൻഷാ അല്ലാഹ് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ കീഴിൽ, പീസ് റേഡിയോക്ക് കീഴിലായി ആരംഭിക്കുന്നുണ്ട്. കുട്ടികളുടെ സ്ക്രീൻ അഡിക്ഷൻ കുറക്കുന്നതിനു വേണ്ടിയും അവർക്ക് നല്ല ചില ആക്ടിവിറ്റികളും കളികളും വിനോദങ്ങളും അതോടൊപ്പം തന്നെ ചില മൂല്യങ്ങളും ഒക്കെ കൊടുക്കുന്ന ഒരു കോഴ്സ് ഏപ്രിൽ 6-ാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളുടെ വീട്ടിൽ LP UP പ്രായത്തിലുള്ള കുട്ടികളുണ്ടെങ്കിൽ അവർക്കൊരു നല്ല ചാൻസാണ്. നിങ്ങൾ സംഘാടകരുമായി ബന്ധപ്പെട്ടാൽ മൊബൈൽ ഫോണിൽ അത് രജിസ്റ്റർ ചെയ്യാൻ പീസ് റേഡിയോ കോഴ്സ് ഉപയോഗപ്പെടുത്തിയാൽ നമ്മുടെ കുട്ടിക്ക് വെക്കേഷൻ കഴിഞ്ഞ് പോകുമ്പോഴത്തേന് ചിലത് നമുക്ക് ചെയ്യാൻ പറ്റാത്ത ചിലത് ഇൻഷാ അല്ലാഹ് നമ്മുടെ പണ്ഡിതന്മാർ, നമ്മുടെ നേതാക്കന്മാർ നമുക്ക് പഠിപ്പിച്ചു തരും. ആ ഒരു കാര്യം ഈ സമയത്ത് പ്രത്യേകമായി ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ നമ്മളും നമ്മുടെ കുടുംബവും മുൻപിലുണ്ടാകണമെന്ന ബോധത്തോടെ ആയിരിക്കണം നമ്മുടെ ഖുർആൻ ക്ലാസ്സുകളിലും ദീനിയായ പല പ്രബോധന പ്രവർത്തനങ്ങളൊക്കെ നടക്കുമ്പോൾ ഈ ചാൻസിലൊക്കെ കുട്ടികളെ കൂടെ അതിലേക്ക് കൊണ്ടുവരിക. പള്ളിയുമായിട്ടൊക്കെ നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്മുടെ കുടുംബങ്ങളുമായിട്ടുള്ള ഒരു ബന്ധത്തെ ഊട്ടി ഉറപ്പിക്കാൻ ഉപയോഗപ്പെടുത്തുക. അള്ളാഹു നമുക്ക് നല്ലൊരു കുടുംബജീവിതവും ഖൈറായ നല്ല മക്കളെയും അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. പള്ളി പരിപാലന പ്രവർത്തനങ്ങൾക്ക് അകമഴിഞ്ഞ് സഹായിച്ച് സഹകരിച്ചുകൊണ്ട് സ്വതക്ക ചെയ്തുകൊണ്ട് എല്ലാവരും ഇതിന്റെ കൂടെ ഉണ്ടാവണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവെ, ഞങ്ങളെ സഹായിക്കുന്നവരെ എല്ലാം നീ സഹായിക്കണേ റഹ്മാനെ. അള്ളാഹു, ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് പുറത്തു മാപ്പ് നൽകണമേ. അള്ളാഹുവെ, രോഗികൾക്ക് ശിഫ നൽകണമേ. ഞങ്ങളുടെ സമ്പത്തിലും ജീവിത മേഖലകളിലും ഞങ്ങൾക്ക് ബറക്കത്ത് നൽകണേ റഹ്മാനെ. അള്ളാഹുവെ, എല്ലാവിധ അപകടങ്ങളിൽ നിന്ന്, ഷർറുകളിൽ നിന്ന് കാത്തു രക്ഷിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ രാജ്യത്ത് നിർഭയത്വം നൽകണമേ. ലോകത്തിന്റെ വിവിധ ദിക്കുകളിൽ യുദ്ധത്തിന്റെ കെടുതികൾ വീണ്ടും വീണ്ടും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ജോലി നഷ്ടപ്പെട്ടും ശമ്പളം മുടങ്ങിയും നാട്ടിലേക്ക് വരാൻ കഴിയാതെയുമൊക്കെ പ്രയാസപ്പെടുന്ന ഞങ്ങളുടെ ഗൾഫ് സഹോദരങ്ങൾക്ക് അള്ളാഹുവെ എത്രയും വേഗത്തിൽ പൂർണ്ണമായ സമാധാന സുരക്ഷിത ജീവിതം നീ നൽകണമേ റഹ്മാനെ. അള്ളാഹുവെ, ഇസ്ലാമിക രാജ്യങ്ങളിൽ പ്രിയപ്പെട്ട ഞങ്ങളുടെ നേതാക്കന്മാർക്ക് കരുത്തും ഈമാനും നീ പ്രദാനം ചെയ്യണം റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم اعز الاسلام والمسلمين واذل الكفر والكافرين. اللهم الف بين قلوب المسلمين على الحق. اللهم انصر دينك وكتابك وسنة نبيك يا رحمن. اللهم فرج هم المهمومين ونفس كرب المكروبين. اللهم اغفر لموتانا واشف مرضانا
اللهم أنزل علينا الغيث ولا تجعلنا من القانتين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وصلى الله على نبينا محمد والحمد لله رب العالمين.